എല്ലാവർക്കും നമസ്കാരം. പാലു ഫാമിലി ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ആലുവയ്ക്ക് പോവാണ്. ആ ചേട്ടൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞു. അതിൻ്റെ റിസപ്ഷന് ആണ് നാളെ. ഇന്ന് ചെറിയൊരു ഫംഗ്ഷൻ. അപ്പോൾ പാലുക്കുട്ടനുണ്ട്, ആര്യയുണ്ട്. ആര്യം വന്നിട്ടുണ്ട്. പത്തനാപുരത്ത് നിന്ന് ആര്യയ്ക്ക് അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് അവൾ വന്നുകൊണ്ട് ഞങ്ങൾ കുറച്ച് ലേറ്റായി. പിന്നെ ചേട്ടനുണ്ട്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച കൂടെ വേണം. റോഡിലൊക്കെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ ആര്യയ്ക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ് ഉണ്ടായത്. പിന്നെ 3 മണിക്ക് വേറൊരു ക്ലാസ്സും കൂടെ ഉണ്ടായിരുന്നു. ട്രെയിൻ പോണത് കണ്ടിട്ട് ഉള്ള സന്തോഷം. അപ്പൊ ഞങ്ങൾ ഇരുമ്പനം വഴി പിന്നെ ഇറങ്ങിയുള്ളൂ. അവിടെ എത്തുമ്പോഴത്തേക്കും കുറച്ച് വൈകും. കാരണം അവിടെ പിന്നെ പ്രത്യേകിച്ച് വേറെ ഫംഗ്ഷൻ ഒന്നുമില്ല. ഇന്ന് ജസ്റ്റ് നമ്മുടെ വീട്ടുകാരെല്ലാരും കൂടെ ഒന്ന് കൂടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആര്യയുടെ ആവശ്യം കൂടെ കഴിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് പോകാൻ വേണ്ടിയിട്ട് നിന്നതാണ്. അപ്പൊ അവിടെ എല്ലാവരും തൃശ്ശൂരിൽ നിന്ന് ചേട്ടൻ്റെ പെങ്ങളും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്ന് അവിടെ മൂത്ത വലിയേട്ടൻ്റെ വീട്ടിൽ നിൽക്കും. എന്നിട്ട് നാളെ രാത്രിയിലാണ് അവിടുത്തെ ഫംഗ്ഷൻ വീണ്ടും വെച്ചിരിക്കുന്നത്. അത് പറവൂര് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആലുവയിലേക്ക് ഒരു 6:30 ആകുമ്പോൾ എത്തുമായിരിക്കും. ആലുവ ചെന്നിട്ടും പോകണം. ശ്രീമൂലനഗരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചേട്ടൻ്റെ വീട്. അപ്പോൾ അവിടേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ ഞങ്ങൾ ദേശം വഴിയാണ് പോകാറ് ആലുവയ്ക്ക്. അപ്പോൾ ഇപ്പോൾ ഈ പരിപാടി നടക്കുന്നത് തിരുവരാണിക്കുളം അമ്പലയിലുണ്ടല്ലോ, ശ്രീ പാർവതിയമ്മയുടെ നടതുറപ്പ് മഹോത്സവം നടക്കണേ. അതിൻ്റെ തൊട്ടടുത്താണ് നമ്മളുടെ വീട്. ശ്രീമൂലനഗരം എന്ന് പറയും. അവിടെയാണ് വീട്. ശ്രീമൂലനഗരം എന്ന് പറയുമ്പോൾ അവിടെ ശ്രീമൂലനഗരം പ്രശസ്തിയായ ഒരു നാടാണ്. ശ്രീമൂലനഗരം വിജയൻ, നമ്മുടെ പഴയ പാട്ടുണ്ടല്ലോ, കൽപ്പാന്തകാലത്തോളം കാതരേ നീയൻ മുന്നിൽ, ആ പാട്ട് രചിച്ച അദ്ദേഹത്തിൻ്റെ വീട് ശ്രീമൂലനഗരം. അദ്ദേഹം ശ്രീമൂലനഗരം വിജയൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അവർ നമ്മളൊക്കെ നെയ്ബേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഫംഗ്ഷൻ നടക്കുന്നത് തിരുവരാണിക്കുളം പാറപ്പുറം എന്ന സ്ഥലത്താണ്. അവിടെ സ്ഥലത്തോട്ട്. അപ്പോൾ അതിലേക്ക് പോകണോണ്ട് ഞങ്ങൾ ഇതിലെയാണ് പോകുന്നത്. അപ്പോൾ ആ സ്ഥലത്തോട്ട് എത്താൻ കുറേ വഴികളുണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങൾ ഈ വഴിയാണ് പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് റിസോർട്ട് ഏതാന്നൊക്കെ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ പരിപാടി സ്ഥലത്തെത്തി. ഇതാണ് കല്യാണ പയ്യൻ. മൂന്നാമത്തെ ചേട്ടൻ്റെ മോനാണ് സരിത ചേട്ടത്തി. ഇത് സരിത ചേട്ടത്തിയുടെ ആങ്ങളയുടെ മോളാണ്. അപ്പം വേറെ വലിയ ചടങ്ങൊന്നുമില്ലായിരുന്നു. ഇവനൊരു മധുരം കൊടുക്കുന്നൊരു ചടങ്ങും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അത് ഏകദേശം കഴിഞ്ഞായിരുന്നു. നമ്മളൊരു മധുരം അവന് കൊടുത്തതിന് ശേഷം എല്ലാവരും ഇങ്ങനെ വർത്തമാനം പറഞ്ഞൊക്കെ ഇരിക്കണം. നമ്മളെ ഫാമിലി എല്ലാവരും കൂടെ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുർത്താസ് എല്ലാം നല്ലതാണ്. എല്ലാ പ്രോഗ്രാമിനും ചിറ്റപ്പനെ വിളിക്കണം. ഞാൻ എൻ്റെ അമ്മായിൻ്റെ അടുത്ത് പോവാം. ചിറ്റപ്പനല്ലേ? കാണിക്കണേ. എടി ആര്യ നല്ല സ്ഥലമല്ലേ? സ്ഥലം പാല് വേണ്ട. പാലു എടേ കുറച്ച് കൊടുക്ക്. കുട്ടു നോക്കി കുട്ടു ഇരിക്കാം. ഉത്തരവീട്ടിൽ പോകാൻ പറ്റുമോ? ഇല്ല. ചൂടത്തിന് ചിലപ്പോൾ മനസ്സിലാവും.
മതി ഞാൻ കണ്ടിട്ട് അടിയിലേക്ക് കിടന്നതാ. ചേച്ചി ജാനകി നമ്മൾ പോയിട്ടില്ല, അടിച്ചു പിടിച്ച് പോയിട്ടില്ല. ഒരു ശാന്ത സമാധാനം അതൊക്കെ സരിതച്ചേടത്തിയുടെ ആങ്ങളെയാണ്. അപ്പോൾ സരിതച്ചേടത്തി പറയുകയാണ് ചേട്ടൻ വീഡിയോ എടുക്കുന്നുണ്ട് യൂട്യൂബിലിടാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് സനു ഹായ് പറയുക. അപ്പോൾ അവർ ചോദിക്കുകയാണ് ആരാണ് യൂട്യൂബ് ചെയ്യാറുണ്ടോ എന്നൊക്കെ ചോദിച്ച് പറയുകയാണ്. സരിതച്ചേടത്തി ആര്യ ഇങ്ങനെ യൂട്യൂബ് ചെയ്യുമോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നമ്മളിതെല്ലാം വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ എല്ലാം വോയിസ് ഓവർ കൊടുക്കണേന്ന്. അവിടെ പാട്ടുകൾ നടക്കണം നമ്മളിടുമ്പോൾ അത് കോപ്പിറൈറ്റ് ഇഷ്യൂസൊക്കെ വരുന്നതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കണേ. അപ്പോൾ അവിടെ വലിയ ഫങ്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ബന്ധുക്കളെല്ലാം കൂടെ ഒന്ന് ഒത്തുകൂടി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കണത് രണ്ടാമത്തെ ചേട്ടത്തിയമ്മ, ദേവി, അനിയൻ്റെ വൈഫ്, പിന്നെ ഇത് ദേവിയുടെ മരുമോള്, പിന്നെ ആര്യ, ഞാൻ, ഇത് മൂത്ത ചേട്ടൻ്റെ മോള്, മക്കൾ, ഇത് മൂത്ത ചേട്ടൻ്റെ മരുമോൾ, അവർക്ക് 2 ഇരട്ട കുട്ടികളുണ്ട്. പിന്നെ ജിത്തുവിൻ്റെ മോന്, ദേവിയുടെ കൊച്ചുമോൻ, രാജിയുടെ മോൻ കാശി, അവരെല്ലാവരും കൂടി ഇങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിച്ചിട്ട് വെജിറ്റേറിയൻ ഫുഡും ഉണ്ടായിരുന്നു, നോൺ വെജും ഉണ്ടായിരുന്നു. അപ്പോൾ അമൃത പറയുകയാണ് മതി മാമ എടുത്തത് മതി എന്ന് പറയുകയാണ്. എല്ലാവരും വീഡിയോ എടുത്ത് ഇങ്ങനെ സംസാരിച്ച് സന്തോഷമല്ലേ, എല്ലാവരും കൂടെ അങ്ങനെ ഒന്നിച്ച് ഇങ്ങനെ ഇരുന്ന് ഓരോ കഥയൊക്കെ പറഞ്ഞ് കഴിക്കുക. അപ്പോൾ പിള്ളേർക്ക് അവിടെ സ്റ്റേജൊക്കെ എല്ലാവരും അതിനകത്ത് കയറണം, വെള്ളം കുടിക്കണം ഒക്കെ ചെയ്യണം. ഒരു ഫങ്ഷൻ ഇത് പിറ്റേ ദിവസം വൈകുന്നേരം പെൺകുട്ടിയുടെ വീട്ടുകാരും ചെക്കൻ്റെ വീട്ടുകാരും കൂടെ അവർ ഒരു വലിയൊരു ഫങ്ഷൻ വെച്ചതാണ് റിസപ്ഷനായിട്ട്. അപ്പോൾ അതിൻ്റെ ഓഡിറ്റോറിയമാണ്. അപ്പോൾ നമ്മളവിടെ ചെന്നു. ഇത് ജിത്തുവിൻ്റെ വൈഫിൻ്റെ അമ്മയാണ്, അമൃതയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് നമ്മളിങ്ങനെ കയറിപ്പോവുകയാണ്. അപ്പോൾ ഫങ്ഷൻ തുടങ്ങി. ഇതാണ് പെണ്ണും ചെറുക്കനും. നല്ല ഫങ്ഷനായിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടു. നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇങ്ങനെ വർത്തമാനവും കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ഇവിടെയൊന്നും നമുക്ക് വീഡിയോ ഇതിടാൻ പറ്റാത്ത അവിടെ പാട്ടുള്ളത് കൊണ്ടാണ്. ഇതൊക്കെ ജിത്തുവിൻ്റെ ഫ്രണ്ട്സ് നമ്മൾ വർഷങ്ങളായിട്ട് തൃശ്ശൂർ ചെല്ലുമ്പോഴൊക്കെയുള്ള നമ്മളുമായിട്ട് ഏറ്റവും അടുത്ത കുട്ടികളൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാഘു അവിടെ ദേവിയുടെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ അവരൊക്കെ ആയിട്ട് ഭയങ്കര കൂട്ടായിരുന്നു. അവരെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എനിക്ക് അവിടുത്തെ കറക്റ്റുള്ള വീഡിയോസ് ഇടാൻ പറ്റാത്തത് അവിടെ ഇങ്ങനെ എല്ലായിടത്തും പാട്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു. അന്ന് തലേ ദിവസത്തെ രാഘുവിൻ്റെ പരിപാടിക്കും DJയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്കതൊന്നും എടുത്തിടാൻ പറ്റില്ല. കുറച്ച് പിന്നെ വീഡിയോസ് എങ്ങനെയോ ഫോണിൽ നിന്ന് അത് ഡിലേറ്റ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ടൊന്നും പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി എല്ലാവരും യാത്ര പറയുകയാണ്. ജിത്തു ഓക്കെ സ്വാമി ഓക്കെ ശങ്കരൻ ശങ്കർ ബ്ലോഗ്സ് തുടങ്ങുന്നുണ്ട്. ശങ്കറൊട്ടി ബ്ലോഗ്സ് അത് ഓണാക്കണം വീഡിയോ. പക്ഷേ ആരെ ആ അത് തന്നെ. എന്തിന് നീ എന്തിനും പറ വന്നില്ല. തൃശ്ശൂർക്ക് 2 ദിവസം വീട്ടിലാരുമില്ലല്ലോ. ഞാൻ ഞാൻ ചിരിച്ചപ്പോൾ അച്ഛന് സന്തോഷമായി. വേർത്ത് കുളിച്ചു അല്ലേ? ശരിക്കും പറഞ്ഞാൽ കുളിച്ചു. രാത്രിയായിട്ട് എന്തല്ലേ ചൂടല്ലേ? ചൂടല്ലേ? ചൂട് ഇവിടെ നിന്ന് മാറിയിട്ടാ മുടിയൊക്കെ ഒന്ന് കിട്ടി. അപ്പൊ ഓക്കെ നല്ല വണ്ടി കേട്ടോ. കൊണ്ടാങ്ങണ വീട്ടില്
വീടുണ്ട് വീടുണ്ട്. ഇതുമ്മ എങ്ങനെ പോണേ? അല്ല അവിടെ ചെന്നിട്ട് പോകും, നാളെ പോകും, രാവിലെ പോകും. പോയിട്ട് കാര്യമൊന്നുമില്ല. അവിടെ നിന്ന് വിളിച്ചാലേ നോക്കുള്ളൂ. ആ എന്തേ